വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നിമിഷപ്രിയയുടെ ശിക്ഷ ജൂലൈ 16-ന് നടപ്പാക്കും. അതായത് ഈ മാസം 16-ാം തീയതി യമനിലെ ജയിലിൽ വെച്ചാകും വധശിക്ഷ നടപ്പാക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ മന്ദാവർ. എല്ലാ വീഡിയോയിലും പൊതുവായിട്ട് വരുന്നൊരു കമന്റാണ്, മാഷിക്ക് എന്താണ് പറ്റിയത്, ആകെ ക്ഷീണിച്ചിട്ടുള്ളോ, ആകെ വലിഞ്ഞിട്ടുള്ളോ. പുറത്തുനിന്ന് ഒരാൾ കണ്ടാലും ചോദിക്കണത് തന്നെ. 2 ദിവസം മുൻപ് ഞാൻ തറവാട്ടിക്ക് മന കാണാൻ പോകുമ്പോൾ ചോദിച്ചു, എന്താണ് മോനെ എങ്ങനെ ആകെ കോലം കെട്ടിക്കണേ, ഈ ഒന്നും തിന്നണില്ലേ, രാത്രി തിന്നണില്ലേ. ഈ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 42 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ജയിലിൽ നിന്ന് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് അന്നത്തൊക്കെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നല്ലോണം ക്ഷീണിച്ചിരുന്നു. ഇപ്പം ഞാൻ അത്രയും ക്ഷീണിതനല്ല. പക്ഷേ കാണുമ്പോൾ ഇപ്പം ഇന്നൊരു ഉമ്മ എനിക്ക് ഷാർജയിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിരുന്നു. അവരുടെ സങ്കടം പറയാൻ വേണ്ടി വിളിച്ചതാണ്. വിളിച്ചപ്പോൾ ഉമ്മ പറയാം, പണ്ട് നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ട്, നിങ്ങളുടെ ഇപ്പോൾ വീഡിയോ കോളിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം, നിങ്ങൾ ആകെ മെലിഞ്ഞ് ആകെ ക്ഷീണിച്ച് കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയി തീരെ വയ്യാതായിക്കുള്ളൂ, ഒന്ന് ഡോക്ടറെ കാണിക്കാറില്ലേ, ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാറില്ലേ, ഷുഗർ എന്തെങ്കിലും ഉണ്ടോ. എനിക്ക് ഷുഗറോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ല. അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ, ഇതിന് മാത്രം എന്താണ് സംഭവിച്ചത്. ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ വീഡിയോയിലും വരുന്നൊരു കോമൺ കമൻറ്റാണ് എൻ്റെ ഈ ബോഡിയെ കുറിച്ചിട്ട്. ശരിക്കും ഞാൻ അന്ന് ജയിലിൽ പോകുന്ന സമയത്ത് ഞാൻ 75 കിലോ ഉണ്ടായിരുന്നതാണ്. 75 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അവിടെ ചെന്ന സമയം തന്നെ 42 ദിവസമാണ് നമ്മൾ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇപ്പോൾ ഞാനന്ന് തീരുമാനിച്ചതാണ്, രാത്രി ഭക്ഷണം നന്നായിട്ട് കുറക്കുക. 6 ചപ്പാത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുമ്പോൾ ഞാൻ അതിൽ നിന്ന് 3 ചപ്പാത്തിയോ 4 ചപ്പാത്തി മാത്രമാണ് കഴിക്കുക. അതേപോലെ റവ ആണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്ന മറ്റൊരു വിഭവം. അത് ഞാൻ തന്നതിൽ നിന്ന് കാഭാഗ കഴിച്ചത്. ഇങ്ങനെ ഞാൻ എൻ്റെ ഭക്ഷണം പരമാവധി കുറച്ചു. ഉച്ചക്ക് ഞാൻ ഒരു കോരി ചോറ്, ഒരൊറ്റ കോരി ചോറ് മാത്രമാണ്, 2-3 കോരി ചോറ് കിട്ടും, പാത്രം നിറയെ ചോറ് കിട്ടും. ഞാൻ ആകെ വാങ്ങുക ഒരു കോരി ചോറാണ്. അതന്നെ എൻ്റെ റൂമിൽ കഴിഞ്ഞിരുന്നൊരു പാവം ഒരു മണിച്ചേട്ടനുണ്ട്, മണിയേട്ടൻ. അദ്ദേഹം സർക്കാരിൻ്റെ ഈ 20 രൂപക്ക് ചോറ് കൊടുക്കുന്ന ജനകീയ ഹോട്ടൽ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ എന്തോ അയൽവാസി അടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ വന്ന ഒരാളാണ്. മണിയേട്ടനാണ് ഭക്ഷണം വിളമ്പിയിരുന്നത്. മണിയേട്ടനക്ക് എൻ്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് എന്നെ മണിയേട്ടൻ സമ്മതിക്കൂല. അല്ലല്ല മാഷ് കുറേ തിന്നണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം 2ാമത് ചോറിടും. മൂപ്പര് ചോറ് വിളമ്പിടന്ന് ഞാൻ കഴിക്കില്ല. ഇങ്ങനെ ഒരു 42 ദിവസം ഞാൻ ബോധപൂർവം ഭക്ഷണം പരമാവധി കുറയ്ക്കുകയും ചെയ്തു. രാത്രി തൊട്ട് ഫുഡ് കഴിച്ചതുമില്ല. 2 നേരമാണ് ഫുഡ്. അതിലെ ചില ദിവസം ഞാൻ ഒരു ഭക്ഷണം കഴിക്കാതിരുന്ന് നോക്കി. കാരണം അതെന്താ വരാമെന്നറിയാലോ, വെള്ളം യഥേഷ്ടം കുടിക്കാമല്ലോ. അങ്ങനെ രാത്രിയൊക്കെ ഉറക്കം, എന്താ പറയുക, ഒരു ഭക്ഷണം നമ്മുടെ വയറ്റിലേക്കില്ല. നമുക്ക് ആവശ്യത്തിന് പോയിട്ട് കടയിൽ പോയിട്ട് തിന്നാൻ പറ്റാൻ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരും ഭക്ഷണം വാങ്ങി വെച്ചത് ബാക്കിയായിട്ട് സൂക്ഷിക്കണവരൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ തിന്നാതിരുന്ന് തളർന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ബോധപൂർവ്വം ഞാൻ രാത്രിയിൽ ഫുഡ് കഴിക്കാതെയായി. അതിൻ്റെ ഭവിഷ്യത്താണ് സത്യം പറഞ്ഞ് ഞാനിപ്പോൾ അനുഭവിക്കണേ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തിന്നുന്നുണ്ട്, നല്ല ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു മുഖത്തൊരു ക്ഷീണം പൂർണ്ണമായിട്ട് എന്താവണില്ല, മാറുന്നില്ല. ഇപ്പോൾ മുമ്പ് ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാത്ത ആളാണ്. എന്നാലും പരമാവധി ഞാൻ രാത്രി എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാത്രിക്ക് മുമ്പ് മഗ്‌രിബിൻ്റെ ഒക്കെ നേരത്തായിട്ട് കഴിക്കലുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ ഒരു കാണുമ്പോൾ എന്തോ ഒരു പട്ടിണി കടന്നതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഒരു ദിവസം ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ്, 2 ആഴ്ചയോളം നമ്മളവിടെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഞാൻ ജനൽ കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തല കറങ്ങണത് പോലെ ഫീൽ ചെയ്തു. ഞാനവിടെ തളർന്നു. എനിക്ക് പിന്നെ വീണത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ തല ഇങ്ങനെ കറങ്ങണത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാവരും കൂടി എന്നെ വിളിച്ചു ഉണർത്തുമ്പോഴാണ് ഞാൻ അറിയണത്. അറിഞ്ഞിട്ട് പിറ്റേ ദിവസം എൻ്റെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഷുഗറോ മറ്റു കാര്യങ്ങളോ സോഡിയം കുറവോ ഇതൊന്നും ഇല്ല. നമ്മൾ പൂർണ്ണ ഹെൽത്തിയാണ്. പക്ഷെ നമ്മൾ ഒരുപാട് വെയിറ്റ് കുറഞ്ഞു. ഇപ്പോൾ ആ വെയിറ്റ് എന്ത് ചെയ്യാൻ പറ്റണില്ല, കൂട്ടാൻ. ഇപ്പോൾ ഞാനിപ്പോൾ മിനിഞ്ഞാന്ന് മുഹറം 10-ന് അന്ന് ഞാൻ തൂക്കി നോക്കി വൈഫ് ഹൗസിൽ നിന്ന്. അപ്പോൾ ഞാൻ 70 കിലോനാണ്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ 75 കിലോ ഉണ്ടായിരുന്ന ഞാൻ 68 കിലോനായിട്ട് ചുരുങ്ങിയിട്ടുണ്ടെന്ന്. 68 കിലോ. അത് ഞാൻ ആകെ കൂടിയത് 70 കിലോനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മാസമായിട്ട്, ഒരു 1.25 മാസമായിട്ട് ജിമ്മിന് പോകലില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ബസ്സിന് അവിടെ പോയി വരലും ജിമ്മിൽ പോയി കൊണ്ട് നടക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ 2 ദിവസമായിട്ട് മടിയായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ തൂക്കി നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും 70 കിലോ തന്നെ ഉള്ളൂ. ഞാൻ ജിമ്മിൽ 1.25 മാസം മുമ്പ് ജിമ്മ് തൽക്കാലം നിർത്തുന്ന സമയത്തും ഞാൻ 70 കിലോനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്രയും ഫുഡ് കഴിച്ചിട്ടും ഞാനിപ്പോൾ കൂടുന്നില്ല. ഇനി ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ എന്താണ് അങ്ങനെ തിന്നിട്ട് തടി എന്നാവാം. സത്യത്തിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് നടക്കാൻ, എന്താ പറയുക, തടി കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ തടി കുറയുന്നതിൽ ഹാപ്പി ഉണ്ടാവുന്ന ആളാണ്. അല്ല തടിയനാവുന്നതിനേക്കാൾ എനിക്കിഷ്ടം മെലിയുന്നതാണ്.
ഇതെനിക്കിഷ്ടമാണ്. പക്ഷെ കാണുന്നവരെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ് എനിക്കെന്തോ പ്രശ്നമുണ്ടോ എന്നൊക്കെ തോന്നുന്നത്. അപ്പം ഉമ്മ ഇങ്ങനെ പറഞ്ഞ് എന്താ അങ്ങനെ തിന്നും കുടിക്കും ചെയ്യാതെ നടന്നിട്ട് എന്താ കാര്യം, ഇതെന്താണ് ഇതിങ്ങനെ ക്ഷീണിച്ച് പോകുന്നത്, കാണുമ്പോൾ തന്നെ സങ്കടമാണ്. അപ്പോൾ മുമ്പ് എന്നെ കണ്ട ആളുകൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടാവും. എവിടെ കണ്ടാലും ഒരാൾ കണ്ടാലും ആദ്യം ചോദിക്കുക ഇതെന്താ എങ്ങനെ അയക്കണം, എന്തൊന്നും തിന്നണില്ലേ, യാഗം ക്ഷീണിച്ച് വല്ലാതെ അയക്കണല്ലോ എന്നുള്ളത്. ഞാൻ ക്ഷീണിച്ചിട്ടില്ല, ഞാൻ വല്ലാതായിട്ടില്ല. നമ്മൾ വളരെ ഹെൽത്തിയാണ്. പക്ഷെ എന്താണ് കാണുന്നവർ പിന്നെ ഇപ്പോൾ ഏത് കാലത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ സൗന്ദര്യം സൂക്ഷിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. ഒരു പക്ഷേ ഭംഗി പോയിട്ടുണ്ടാവാം. ഒരു വയസ്സൻ ലുക്ക് ആയതുകൊണ്ടാണോ തോന്നണില്ല. അങ്ങനെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. തിന്നാൻ നമ്മൾ നല്ല തിന്നലുണ്ട്. രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിക്കും, ഉച്ചക്ക് നന്നായിട്ട് തിന്നും. വൈകുന്നേരം തീറ്റ കുറവാണ്. വൈകുന്നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെറിയ തീറ്റ മാത്രമേ ഉള്ളൂ. അതിന് എന്ത് മെലിഞ്ഞാലും നമ്മൾ അത്ര തിന്നാവുള്ളൂ. വൈകുന്നേരത്തെ ഭക്ഷണം കുറക്കണം. ഒരു പക്ഷേ 42 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഭക്ഷണം കുറയ്ക്കുകയും രാത്രി തിന്നാതിരിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നമായത് നമുക്ക് സംശയമുണ്ട്. കാരണം തിന്നുന്ന അളവ് വളരെ കുറച്ച്, ഒരു ചോറിൽ നിന്ന് അതിൻ്റെ ഭാഗമൊക്കെ തിന്നിരുന്നത്. ബാക്കി ചോറ് ഞാൻ വേറുള്ളവർക്ക് കൊടുക്കലാണ്. ചോറ് കറിയൊക്കെ യഥേഷ്ടം കിട്ടും. ഭക്ഷണം കിട്ടാത്ത പ്രശ്നമല്ല, ഭക്ഷണം കഴിക്കാണ്ടിരുന്നതിൻ്റെ പ്രശ്നമാണ്. അതിനി വേറെ അസുഖമായിട്ട് മാറും എന്നുള്ളതാണ്. പഠിച്ചവൻ കാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ചൊക്കെ എന്തെങ്കിലും വേണ്ട സിനിമയിൽ പപ്പി വെച്ച പോലെ എന്നെ കാണുമ്പോൾ എന്തെങ്കിലും കുഴപ്പം ഫീൽ ചെയ്യുന്നുണ്ടോ? അത്ര മെലിഞ്ഞ് വയ്യാത്ത അവസ്ഥയിലാണെന്നുള്ളത് എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നലില്ല. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടൊക്കെ തോന്നല്. പക്ഷെ കാണുന്നവർ ബാക്കിയുള്ളവർ ഇത് പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പക്ഷെ ഇതിൻ്റെ തീരുമാനം തെറ്റിപ്പോയെന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് തിന്നായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ സർക്കാർ ചെലവിൽ നല്ല ഫുഡൊക്കെ കിട്ടിയിട്ട് അതൊന്നും യൂസ് ചെയ്യാതെ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആരോഗ്യം എന്നുള്ളതൊരു ഘടകമാണ്. നമ്മളെപ്പോഴും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ രോഗം വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ ഞാൻ എന്നിങ്ങനെ ഒരുപാട് പേരിങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴും ഉമ്മത് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി ഇനി ഈ വിഷയം പറയാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് പങ്കുവച്ചത്. കൂട്ടത്തിൽ ഞാൻ വളരെ സങ്കടപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ചാനലിൽ കണ്ടു. നിമിഷാപ്രിയനെ തൂക്കിക്കൊല്ലാൻ വിധിക്കാണ് മെയ് 16-ാം തീയതി. ജൂലൈ 16-ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. പബ്ലിക് ഇതിൻ്റെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അവരെ ഈ ഒരു അടുത്ത ആഴ്ചക്കുള്ളിൽ അവരെ തൂക്കിക്കൊല്ലും എന്നുള്ളതാണ്. നമുക്കറിയാം 2012 പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. 2017 ഇവരുടെ ഒരു കേസിനാസ്പദമായ സംഭവമൊക്കെ ഉണ്ടായത്. പാവം അവർ അവിടെ പോയി അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു. ഒരു യമൻ പൗരനുമായിട്ട് അതിൻ്റെ കരാറൊക്കെ ഒപ്പിട്ടു. പക്ഷെ അവരെ പറ്റിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു നിൽക്കുന്നത്. അപ്പുറത്തേക്ക് വേറെ കഥ ഉണ്ടോ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഏതായാലും അവർ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. ഇതുവരെ അവർക്ക് വേണ്ടിയിട്ട് ആരും കാര്യമായിട്ട് രംഗത്തിറങ്ങിയിട്ടില്ല. ഇപ്പോൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങിയതുപോലത്തെ ഒരു രംഗത്തിറങ്ങൽ സത്യത്തിൽ നിമിഷാപ്രിയക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു തലാൽ മെഹദി എന്ന് പേരുള്ള യമൻ പൗരനെ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരാളാണ്. കഷ്ണങ്ങളാക്കി 100-ലധികം കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിൽ ഇട്ടതാണ്. കൂടെ ഒരു യമൻ നേഴ്സും ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്. അവരൊക്കെ പിന്നീട് പിടിച്ചു. അവരൊക്കെ പിന്നീട് ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പോന്നു. ഇപ്പോൾ നിമിഷാപ്രിയക്ക് വധശിക്ഷ കൊടുത്തു. അതിനൊക്കെ ശേഷമാണ് ആ രാജ്യം ഹൂത്തികളുടെ കയ്യിലായി ചില ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഹൂത്തികൾക്ക് ഹാൻഡുള്ള ഭാഗത്തുള്ള ആളാണ് ഈ കൊല്ലപ്പെട്ട ഒരാൾ. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഈ വധശിക്ഷ റദ്ദാക്കുന്നതിനെ കുറിച്ചൊക്കെ പലതവണ ആലോചിക്കും. ഇതിന് മുൻപും ഡേറ്റൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അവിടുത്തെ പ്രസിഡന്റ് ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പിന്നീട് കള്ളമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് കേൾക്കുന്നൊരു വാർത്ത ഈ രീതിയിലാണ്. ഈ നിമിഷാപ്രിയയുടെ കാര്യത്തിൽ ഈ ജൂലൈ 16-ന് അവരെ വധശിക്ഷ നടപ്പിലാക്കുന്നുള്ളത്. പാലക്കാട് കൊല്ലംകോട്ടുകാരിയാണ് നിമിഷാപ്രിയ. അതിൻ്റെ ഒരു മകൾ ഇവിടെ ഉണ്ട്. ഒരാൾക്ക് ജീവൻ സർക്കാർ ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ചെയ്ത കുറ്റകൃത്യത്തിന് ഉള്ള ശിക്ഷയാണ്. പറഞ്ഞു കേൾക്കുന്ന അവരാ തലാൽ മെഹദിയുമായിട്ട് ഭാര്യയും ഭർത്താവുന്ന രീതിയിലൊക്കെയാണ് ജീവിച്ചിരുന്നത്. ആ ജീവിച്ചിട്ട് അവസാനം തമ്മി തെറ്റിയപ്പോഴാണ് തനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നതെന്നുള്ളതാണ്. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് കണ്ടൊരു വാർത്ത. ഇതിന് മുൻപുള്ള വധശിക്ഷയൊക്കെ നടപ്പിലാക്കാൻ ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ടും നെട്ടിക്കൊണ്ടു പോവുകയും അതൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ ഇതും ആവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോടൊരു ദ്രോഹവും നിമിഷാപ്രിയ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു ശരിയായ ഒരു രീതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.